ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സജി റൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ കുറുകി കട്ടിയായിരിക്കുന്നത്. 5 തണ്ട് കറിവേപ്പില അടർത്തിയെടുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലീവ്സ് ആയതുകൊണ്ട് കസൂരി മേത്തി ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ 10 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് നീളത്തിലെടുത്ത ഇഞ്ചിയും കൂടി ചതച്ചതിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട്, മല്ലിപ്പൊടി ഞാൻ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരുന്നതാണ്, അതൊന്ന് ഇളക്കിയ ശേഷം ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് 1 മിനിറ്റ് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് വഴറ്റി വലിയ പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇനി ഉപ്പുനീരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കനം കുറച്ചരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1/2 കിലോ എന്ന ക്വാണ്ടിറ്റി കേട്ടോ. ഈ പ്രോൺസിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചതാണ്. ഉപ്പും എരിവും ഒക്കെ പിടിച്ച ചെമ്മീൻ ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പ്രോൺസ് വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. 5 മുതൽ 8 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ നോക്കൂ, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളകിന്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. റെയിൽ എന്നാണ് തെലുങ്ക് ഭാഷയിൽ ചെമ്മീന്റെ പേര്. റെയിൽ സിംഗുലർ, റെയിലു പ്ലൂറൽ. നമ്മുടെ നാട്ടിൽ കൊഞ്ച്, ചെമ്മീൻ എന്നൊക്കെയല്ലേ പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ കൊഞ്ചൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയ ശേഷം ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച കറിവേപ്പിലയും കസൂരി മേത്തിയുമാണിത്. അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്ത് പൊടിച്ച കസൂരി മേത്തിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അടിപൊളി രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ കൂടി അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.